അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പഷൻ എന്താണെന്നും അതുപോലെ ഫയർ തീ പിടിച്ചാൽ നമ്മൾ എന്തൊക്കെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന ടൈപ്സ് ഓഫ് കമ്പഷൻ്റെ ഇനങ്ങൾ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉദാഹരണം കാണാം. നിങ്ങൾ വീട്ടിലുണ്ടാവുന്ന ഗ്യാസ് സ്റ്റവ് അത് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് ഒരു ഗ്യാസ് ലൈറ്ററോ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്കോ കത്തിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് തന്നെ കത്തും, അതുപോലെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. യു ഫൈൻഡ് ദാറ്റ് ഗ്യാസ് ബേൺസ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സച്ച് കമ്പഷൻ ഈസ് നോൺ ആസ് റാപ്പിഡ് കമ്പഷൻ. അത്തരത്തിലുള്ള കമ്പഷനാണ് റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കത്തിച്ച് ഒരു വസ്തുവിൻ്റെ സഹായത്തോടു കൂടെ കത്തിക്കുന്ന, അതുപോലെ അത് പെട്ടെന്ന് കത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആ കമ്പഷനാണ് റാപ്പിഡ് കമ്പഷൻ. ദെയർ ആർ സബ്സ്റ്റൻസ് ലൈക്ക് ഫോസ്ഫറസ് വിച്ച് ബേൺ ഇൻ എയർ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്വന്തമായിട്ട് കത്തുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് ഫോസ്ഫറസ് പോലെ അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്താകും? പെട്ടെന്ന് കത്തിപ്പിടിക്കും. അതിന് വേറെ ഒരു ലൈറ്ററോ മറ്റൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ കത്തും. The type of combustion in which a material suddenly bursts into flames without the application of any apparent cause. ഒരു അപ്പാരൻ്റ് കോസ് ഒന്നും ഇല്ലാതെ, ഒരു സഹായം ഒന്നും ഇല്ലാതെ, മാച്ചിക്കോ അതുപോലെ ഗ്യാസ് ലൈറ്റർ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സബ്സ്റ്റൻസ്, അത്തരത്തിലുള്ള കമ്പഷനാണ് നമ്മൾ സ്പോണ്ടാനിയസ് കമ്പഷൻ എന്ന് പറയും. അതിനൊരു ഉദാഹരണം ഫോസ്ഫറസ് നമ്മൾ പറഞ്ഞു, കത്തിപ്പിടിക്കുന്നു, റൂം ടെമ്പറേച്ചറിൽ തന്നെ കത്തിപ്പിടിക്കുന്നു. അപ്പോൾ സ്പോണ്ടാനിയസ് കമ്പഷൻ എന്ന് പറയും. അതുപോലെ റാപ്പിഡ് കമ്പഷൻ ആകുമ്പോൾ ഗ്യാസ് ലൈറ്ററോ മാച്ച് സ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി പെട്ടെന്ന് കത്തുന്ന അത്തരത്തിൽ കമ്പഷനാണ് റാപ്പിഡ് കമ്പഷൻ. അതേസമയം ഒന്നിൻ്റെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുകയും അതുപോലെ ഫ്ലെയിം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ആ കമ്പഷനാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബോക്സ് നിങ്ങൾ കാണും, സ്പോണ്ടാനിയസ് കമ്പഷൻ ഓഫ് കോൾ ഡസ്റ്റിൻ്റെ സ്പോണ്ടാനിയസ് കമ്പഷൻ. അതായത് കൽക്കരി ഖനി പാടങ്ങളിലൊക്കെ ചില സമയത്ത് അങ്ങനെ ചില തീപിടുത്തങ്ങളും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അത് കോൾ ഡസ്റ്റിൻ്റെ പ്രശ്നത്താൽ ഉണ്ടാകുന്നത്. അതുപോലെ സ്പോണ്ടാനിയസ് ഫോറസ്റ്റ് ഫയർസ്, അത് അങ്ങനത്തെ ചില ഫോറസ്റ്റ് ഫയറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് സൂര്യതാപത്താലോ അല്ലെങ്കിൽ സൂര്യൻ്റെ ലൈറ്റ് സ്ട്രൈക്ക് കാരണത്താലൊക്കെ ചില മരങ്ങളും അല്ലെങ്കിൽ ഉണങ്ങിയ കറ്റകളും എന്നൊക്കെ തീ പിടിച്ചിട്ട് ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാറുണ്ട്. അധികവും മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്. മനുഷ്യൻ പിക്നിക്കിലോ മറ്റൊക്കെ പോയിട്ട് ക്യാമ്പ് ഫയർ നടത്തും. അത് അവർ പൂർണ്ണമായിട്ട് കത്തിയെടുങ്ങാത്ത സാഹചര്യത്തിൽ അവർ തിരിച്ചു പോരുന്നു. അങ്ങനെ ആ തീ പിടിച്ചങ്ങനെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുന്നു. അപ്പോൾ സ്പോണ്ടാനിയസ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കമ്പഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ താഴെ പറയുന്നു, നമ്മൾ വലിയ ഫെസ്റ്റിവലിനൊക്കെ ഫയർ വർക്ക്സ് നടത്താറുണ്ട്, വെടിക്കെട്ടുകൾ. ഈ ഇപ്പോഴത്തെ ദീപാവലിക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെടിക്കെട്ടൊക്കെ നിരോധിച്ചിരുന്നു. When a cracker is ignited, a sudden reaction takes place with the evolution of heat, light, sound. നമുക്കറിയാം, ഒരു ക്രാക്കർ അത് ഇഗ്നൈറ്റ് ചെയ്താൽ അതിനുണ്ടാവുന്നത് ആദ്യം പെട്ടെന്ന് തന്നെ ഹീറ്റ് ഉണ്ടാവും, അതുപോലെ ലൈറ്റ് ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവും അല്ലേ? ഒരു ഫയർ ക്രാക്കർ നിങ്ങളൊന്ന് കത്തിച്ച് നോക്കിയാൽ, അത് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹീറ്റും ലൈറ്റും സൗണ്ടും മൂന്നും ഉണ്ടാകും, പടക്കും. എ ലാർജ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ഈസ് ലിബറേറ്റ്. ഈ റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗ്യാസ് ഫോം ചെയ്യുന്നു. അത്തരത്തിൽ റിയാക്ഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പ്ലോഷൻ ക്യാൻ ആൾസോ ടേക്ക് പ്ലേസ് ഇഫ് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ക്രാക്കറിൽ എന്തെങ്കിലും പ്രഷർ അപ്ലൈ ചെയ്താലും എന്തുണ്ടാവും? എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ചില പടക്ക കമ്പനികളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പൊട്ടിത്തെറിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഫ്ലെയിം നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീജ്വാല. അപ്പം ഫ്ലെയിമിന് എന്താണ് കളറും അപ്പോൾ പല കളറുകളുണ്ടാവും. അതായത് നിങ്ങൾക്ക് ക്യാൻഡിൽ ഫ്ലെയിം ഉണ്ടാകുമ്പോൾ ക്യാൻഡിൽ ഫ്ലെയിമിൻ്റെയും അതുപോലെ കിച്ചൺ സ്റ്റൗവിൽ ഉണ്ടാകുന്ന ഫ്ലെയിമിൻ്റെയും ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ താഴെ നിങ്ങൾക്ക് കറോസിൻ ലാമ്പ്, ക്യാൻഡിൽ, ബേൺസൺ ബാനറിൻ്റെ ഓരോ ഇതിൻ്റെയും ഫ്ലെയിമിൻ്റെ കളറുകൾ ഞാൻ മനസ്സിലാവും. താഴെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ഫ്യൂവൽസും ഉണ്ടാവില്ല, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യില്ല. അത് കത്തുന്ന സമയത്ത് ഫ്ലെയിം പുറപ്പെടുവിക്കില്ല, ഹീറ്റ് മാത്രമേ പുറപ്പെടുവിക്കുള്ളൂ.
എന്നാൽ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും, ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലെയിം ഫോം ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, അതുപോലെ ഫ്ലെയിം ഫോം ചെയ്യാത്ത മെറ്റീരിയൽ വേർതിരിച്ച് ചെയ്താണ്ട്. ഇപ്പോൾ ക്യാൻഡിൽ, മാഗ്നീഷ്യം, കാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരം, കറോസിൻ സ്റ്റവ്, ഇത് മൂന്നും എന്താകും, ഫ്ലെയിം പുറപ്പെടുവിക്കും. നമ്മൾ ക്യാൻഡിലും മാഗ്നീഷ്യം, റിബൺ അതൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ മണ്ണെണ്ണ വിളക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്ലെയിം പുറപ്പെടുവിക്കും. ചാർക്കോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരിക്കലും എന്താകില്ല, അത് ഫ്ലെയിമിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഹീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ഫ്ലെയിമിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഫ്ലെയിമിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ 4.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ കട്ടി കുറഞ്ഞ ഗ്ലാസ് ട്യൂബ് എടുക്കുക. അതിനെ നിങ്ങളൊരു ടങ്സ് ഉപയോഗിച്ച് പിടിക്കുക ആ ഗ്ലാസ് ട്യൂബ്. ശേഷം നിങ്ങൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നു. ആ ക്യാൻഡിലിൻ്റെ ഏറ്റവും ഡാർക്ക് സോൺ ഉണ്ടാവും, ഫ്ലിക്കർ ചെയ്യുന്നു, നോൺ ഫ്ലിക്കറിങ് ആയ ഡാർക്ക് സോണിൽ ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു അറ്റം കൊണ്ടുവെക്കുന്നു. അത് മറ്റേ അറ്റത്ത് എന്താക്കുന്നു, നിങ്ങൾ ലൈറ്റഡ് മാച്ച് കത്തിച്ച് വെച്ച മാച്ച് സ്റ്റിക്ക് വെക്കുന്നു. ആ സമയത്ത് നിങ്ങൾ കാണാം ആ ഗ്ലാസ് ട്യൂബിലൂടെ പ്രവഹിക്കുന്ന വേപ്പറുകൾ എന്താകുന്നു, ഫ്ലെയിമായിട്ട് തിരിച്ചു വരുന്നു. അതെങ്ങനെ നിങ്ങൾ കാണാൻ സാധിക്കും, ഞാൻ നിങ്ങൾക്കൊന്നുകൂടി വിശദീകരിച്ച് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ കാണാം, ഇതാണ് ഗ്ലാസ് ട്യൂബ്. അതുപോലെ അതിനെ നമ്മൾ ടങ്സ് ഉപയോഗിച്ച് പിടിച്ചു. ഇതിൻ്റെ ഒരു അറ്റം, ഈ അറ്റം നിങ്ങൾ കാണാൻ സാധിക്കും, ഈ ഡാർക്ക് സോണിലാണ് നമ്മൾ ഒരു അറ്റം കൊണ്ടുവച്ചു. മറ്റേ അറ്റത്ത് നമ്മൾ കാണുന്നു ഇവിടെ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ കത്തിച്ച് വെച്ച സമയത്ത് ഇവിടെ ഫ്ലെയിം വരുന്നുണ്ട്. ആ ഫ്ലെയിം വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കുമ്പോൾ ശരിക്കും അവിടെ വാക്സ് ഉരുകുകയാണ് അല്ലേ. ആ വാക്സ് ഉരുകുന്ന സമയത്ത് ഇതിൻ്റെ തിരി, വാക്സിന് മുകളിൽ ആ തിരിയിലൂടെ എന്താകുന്നു, ഈ തിരിയിലൂടെ ഉരുകി ഒലിക്കുന്ന വാക്സിൻ്റെ വേപ്പറുകൾ ഈ വിക്കിലുണ്ടാകും. ഈ ഡാർക്ക് സോണായ ആ ഭാഗത്തുള്ള വിക്കിലുണ്ടാകും. ആ തിരിയുടെ അടുത്താണ് നമ്മൾ ഒരു ഭാഗം വെക്കുന്നത്. അതിലൂടെ ഈ വേപ്പറുകൾ ഈ ട്യൂബിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ ട്യൂബിലൂടെ അങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചത് പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മളിവിടെ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് വെക്കുന്നത്. ആ സമയത്ത് വേപ്പറുകൾ എന്താകുന്നു, ഫ്ലെയിമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ആ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, വേപ്പറുകൾ ഉണ്ടാവും. വേപ്പറൈസ് ചെയ്യുന്നുണ്ടോ, ആ സബ്സ്റ്റൻസ് വേപ്പറൈസ് ചെയ്യുന്നുണ്ടോ, എന്നാൽ അവിടെ ഫ്ലെയിം ഉണ്ടാവും. അപ്പോൾ മണ്ണെണ്ണ വിളക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മണ്ണെണ്ണ വിളക്കിൻ്റെ തിരിയിലൂടെ എന്താകും, വേപ്പറുകൾ പ്രവഹിക്കുന്നു, അതിലൂടെ ഫ്ലെയിം രൂപാന്തരപ്പെടുന്നു. അതുപോലെ ക്യാൻഡിലിൽ. അപ്പം അങ്ങനെയാണ് ഓരോ വസ്തുവിലും, നമ്മളെ ഫ്ലെയിം ഉണ്ടാകുന്ന വസ്തുവിലൊക്കെ വേപ്പറൈസേഷൻ ഉണ്ടാവും. ആ വേപ്പറൈസ് ഉണ്ടാകുമ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഫ്ലെയിം ഉണ്ടാകുക. അല്ലാത്ത വേപ്പർ ഇല്ലെങ്കിൽ അതെന്താ, ഒരിക്കലും അവിടെ ഫ്ലെയിം ഉണ്ടാവില്ല, വെറും ഹീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി ഒന്ന് വായിച്ച് നോക്കുന്നത് സിമ്പിളായിട്ട് മനസ്സിലാവും. ബ്രിങ് എ ലൈറ്റർ മാച്ച് സ്റ്റിക്ക് നിയർ ദ അതർ എൻഡ് ഓഫ് ഡു യു സീ ഫ്ലെയിം കോട്ട് അറ്റ് ദിസ് എൻഡ് ഓഫ് ഗ്ലാസ് ട്യൂബ് ആഫ്റ്റർ വെയിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഫ്ലെയിം കണ്ടിട്ടുണ്ടോ? അതെ അല്ലേ. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഫ്ലെയിം? നോട്ടീസ് ദാറ്റ് വാക്സ് നിയർ ഹീറ്റഡ് വിക്ക് മെൽറ്റ്സ് ക്വിക്ക്ലി. അപ്പം നിങ്ങൾ ആ വിക്കിൻ്റെ അടുത്തുള്ള ഈ വിക്കിൻ്റെ അടുത്തുള്ള വാക്സ് ചെറുതായിട്ട് എന്താകുന്നുണ്ട്, മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലൂടെയാണ് വേപ്പറുകൾ മുകളിലേക്ക് വരുന്നത്, ആ വിക്കിൽ ഉണ്ടാകുന്നത്. ദ സബ്സ്റ്റൻസ് വിച്ച് വാപ്പറൈസ് ഡ്യൂറിങ് ബേണിംഗ്. അപ്പോൾ കത്തിക്കുന്ന സമയത്ത് ചില സബ്സ്റ്റൻസ് എന്താ വാപ്പറൈസ് ചെയ്യുന്നു, അവകൾ ഗീവ് ഫ്ലെയിംസ് ഉണ്ടാക്കി തീർക്കുന്നു. ദ സബ്സ്റ്റൻസ് വിച്ച് വാപ്പറൈസ് ഡ്യൂറിങ് ബേണിംഗ് ഗീവ് ഫ്ലെയിംസ്. കത്തിക്കുന്ന സമയത്ത് വാപ്പറൈസ് പുറപ്പെടുവിക്കുന്ന ആ സബ്സ്റ്റൻസ് ഗീവ് ഫ്ലെയിംസ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ, കറോസിൻ ഓയിൽ ആൻഡ് മോൾട്ടൺ വാക്സ് റൈസ് ത്രൂ ദ വിക്ക്.
കറോസിൻ ഓയിലും അതുപോലെ മോൾട്ടൺ വാക്സും, ഉരുകിത്തീർന്ന വാക്സും എന്താകുന്നു, റൈസ് ഉയരുന്നു ത്രോ ദ വിക്ക്, അതിന് മുകളിലുള്ള ആ കോട്ടൻ്റെ തിരിയിലൂടെ മുകളിലേക്ക് ഉയരുന്നു. ആൻഡ് വാപ്പറൈസർ ഡ്യൂറിങ് ബേണിംഗ് ആൻഡ് ഫോം ഫ്ലെയിംസ്, കത്തിക്കുന്ന സമയത്ത് അവകൾ എന്താകുന്നു, വാപ്പറൈസ് ചെയ്യുന്നു, ശേഷം അത് ഫ്ലെയിമായി തീരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കറോസിൻ ഓയിൽ, കറോസിൻ ലാമ്പുകളും മറ്റുമൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതേസമയം ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുക, ചാർക്കോൾ എന്താണ്, അത് ബേൺ ചെയ്യുന്ന സമയത്ത് വാപ്പറൈസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരിക്കലും അവിടെ ഫ്ലെയിം ഉണ്ടാവില്ല. ചാർക്കോൾ ഡസ് നോട്ട് വാപ്പറൈസ് ആൻഡ് സോ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ ഫ്ലെയിം. നമുക്ക് മനസ്സിലായി, വാപ്പറൈസേഷൻ വാപ്പറൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്നവിടെ ഫ്ലെയിം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇനി നമ്മുടെ രണ്ട് ആക്ടിവിറ്റികളുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് ആദ്യം ഒരു കാൻഡിൽ ഫ്ലെയിമിൻ്റെ 3 സോണുകളെ പരിചയപ്പെടുത്തും. ആദ്യമായിട്ട് ഇതാണ് ഒരു വാക്സ് കാൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും താഴത്തെ ഇന്നർ മോസ്റ്റ് സോൺ ഓഫ് അൺബേൺ, ഏറ്റവും ഉള്ളിലെ ഭാഗം, ഈ ഭാഗം ഇന്നർ മോസ്റ്റ് ഭാഗം, ആ തിരിയൊക്കെയുള്ള ആ ഭാഗം ഏറ്റവും അവിടെ എന്താണ്, അൺബേൺഡ് ആണ്. അവിടുത്തെ വാക്സുകളൊന്നും കത്തിയിട്ടുണ്ടാവില്ല. കാരണം അവിടെ എന്തായിട്ടില്ല, എയറുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടില്ല. എയറുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഒരു സാധനം കത്തുകയാണ്. നമ്മൾ പറഞ്ഞു ഫയർ ഉണ്ടാവാനുള്ള ഒരു ഏക കാരണം എന്താവുന്നത്, ഓക്സിജൻ ഉണ്ടാവുകയാണ്. അവിടെ ഓക്സിജൻ്റെ അളവ് പ്രസൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലീസ്റ്റ് ഹോട്ട്, വളരെ കുറഞ്ഞ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കുറച്ചും കൂടി മുകളിൽ പോയാൽ നിങ്ങൾ കാണാൻ സാധിക്കും, അതിൻ്റെ ശേഷമുള്ള ഒരു യെല്ലോ കളർ, അവിടെ മിഡിൽ സോണാണ്. ഇതിൻ്റെ മിഡിൽ സോൺ, ആ മിഡിൽ സോൺ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം പാർഷ്യൽ കമ്പഷനാണ്. അവിടെ എന്താവില്ല, പൂർണ്ണമായിട്ട് ഓക്സിജനുമായിട്ട് പ്രസൻസ് കിട്ടുകയില്ല. അപ്പോൾ അവിടെ പാർഷ്യൽ കമ്പഷനാണ് ഉണ്ടാവുക. പൂർണ്ണമായിട്ട് നല്ല ചൂടുണ്ടാവില്ല, പാർഷ്യലായിട്ട് ഉണ്ടാവും. മോഡറേറ്റ് ഹോട്ട്, അതായത് മിഡിൽ ഹോട്ടേ ഉണ്ടാവുള്ളൂ. ശേഷം ഏറ്റവും എൻഡിലായിട്ട് ഇതിൻ്റെ കവർ ചെയ്യുന്ന ഈ ഭാഗം, ഏറ്റവും എൻഡിലായിട്ടുള്ള നിങ്ങൾ കാണാം, ഈ യെല്ലോ ഭാഗം കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലായിട്ട് ഭാഗം അവിടെ ബ്ലൂ ഉണ്ടാകുക, കളർ ബ്ലൂ ഉണ്ടാവുക. ആ ബ്ലൂ കളർ അതാണ് ഔട്ടർ സോൺ ഓഫ് ഇതിൻ്റെ ഔട്ടർ സോൺ, ഏറ്റവും പുറത്തുള്ള സോണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടാവും, നന്നായിട്ട് ചൂടാവും. അപ്പോൾ അവിടെ ഏറ്റവും ഹോട്ടസ്റ്റ് പാർട്ട് ഏതാ, ഔട്ടർ സോണാണ്. അപ്പോൾ ആദ്യത്തെ ഇന്നർ മോസ്റ്റ് സോണ്, ശേഷം നമ്മൾ പറഞ്ഞു ലുമിനസ് സോൺ, ശേഷം നോൺ ലുമിനസ് സോൺ. മനസ്സിലായോ? അപ്പം നമ്മൾ 3 ഭാഗങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഇനി നമുക്ക് മുകളിലുള്ള ആക്ടിവിറ്റിയിലേക്കൊന്ന് കിടക്കാം. വെൻ ദ കാൻഡിൽ ഫ്ലെയിം ഈസ് സ്റ്റഡി, നമ്മളൊരു കാൻഡിൽ ഫ്ലെയിം കത്തിച്ച് വെക്കുകയാണ്. അതിലേക്കൊരു ഗ്ലാസ് പ്ലേറ്റോ ഗ്ലാസ് സ്ലൈഡോ എന്താക്കാണ്, അതിൽ ലുമിനസ് സോൺ ഓഫ് ഫ്ലെയിമിൻ്റെ ലുമിനസ് സോണിൽ, അതിൻ്റെ മഞ്ഞ കളറാണ് അല്ലെങ്കിൽ യെല്ലോ, ആ ലുമിനസ് സോണിലേക്ക് നമ്മൾ എന്താകുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം, മിഡിൽ ഭാഗം നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഹോൾഡ് ഇറ്റ് ദെയർ വിത്ത് എ പെയർ ഓഫ് ടങ്സ് അബൌട്ട് 10 സെക്കൻഡ്, ദെൻ റിമൂവ് ഇറ്റ്. ഒരു 10 മിനിറ്റ് നമ്മൾ എന്താക്കാനെ പിടിച്ചു വെക്കുക. ആ ഗ്ലാസ് സ്ലൈഡ് അതിൻ്റെ മുകളിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർക്കുലർ ബ്ലാക്കിഷ് റിംഗ് ഈസ് ഫോംഡ് ഓൺ ദ ഗ്ലാസ് പ്ലേറ്റ് സ്ലൈഡ്. ഈ നിങ്ങൾ കാണാൻ സാധിക്കും 10 മിനിറ്റിന് ശേഷമുള്ള അവസ്ഥയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു കറുത്ത ബ്ലാക്കിഷ് റിംഗ്, അതായത് കരി ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ലുമിനസ് സോൺ ആകുമ്പോൾ, മിഡിൽ പാർട്ട് ആകുമ്പോൾ അവിടെ എന്താവും, പാർഷ്യൽ കമ്പഷൻ ഉണ്ടാവും. ആ സമയത്ത് എന്തോ കാർബൺ പാർട്ടിക്കിൾസിന് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ അടയാളമായിട്ടാണ് അവിടെ നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല, മുകളിലേക്ക് പോകാത്തത് കൊണ്ട് അവിടെ തങ്ങി നിൽക്കുന്നത്. A circular blackish ring is formed on the glass plate or slide. It indicates the deposition of unburned carbon particles present in the luminous zone of flame. ഫ്ലെയിമിൻ്റെ ലുമിനസ് സോണിൽ പ്രസൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചില കത്താത്ത കാർബൺ പാർട്ടിക്കിൾസ് ആണ്. അത് പിന്നെ മുകളിലേക്ക് പോവുകയുണ്ടാവുക. കത്താതെ ഇരിക്കുന്ന അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ആണ്. ഇനി ശേഷം നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലുമിനസ് സോൺ, അതായത് മിഡിൽ പാർട്ട് ആകുമ്പോൾ വളരെ ഒരു മീഡിയം ഹോട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കാർബൺ പാർട്ടിക്കിൾസിൻ്റെ
ഡെപ്പോസിഷൻ നല്ല ഉണ്ടാവും. അതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ മുകളിൽ നടത്തിയത്. ഇതിന് ശേഷം നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യുന്നത് നോൺ ലുമിനസ് സോൺ, ഏറ്റവും ഔട്ടർ സോണിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹോൾഡ് എ തിൻ ലോങ് കോപ്പർ വെയർ ജസ്റ്റ് ഇൻസൈഡ് ദ നോൺ ലുമിനസ് സോൺ ഓഫ് ഫ്ലെയിം ഫോർ അബൌട്ട് 30 seconds. നമ്മൾ നോൺ ലുമിനസ് സോണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്താക്കുന്നു, ഒരു കോപ്പർ വയറിനെ പ്രവേശിപ്പിക്കുന്നു. അതായത് നിങ്ങൾ കാണാം, ലുമിനസ് സോൺ അല്ലാത്ത നോൺ ലുമിനസ് സോൺ ഏറ്റവും ഔട്ടർ ഭാഗത്ത് ചെറുതായിട്ട് നമ്മൾ എന്താക്കുന്നു, ഉള്ളിലേക്ക് അതിനെ കടത്തി വിടുന്നു. ഒരു കോപ്പർ വയർ. ശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ ശേഷം നമുക്ക് കാണാം, ദ പോർഷൻ ഓഫ് കോപ്പർ വയർ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ഫ്ലെയിം ഗെറ്റ്സ് റെഡ് ഹോട്ട്. ഇതിൻ്റെ പുറത്ത് ഭാഗം അല്ലേ, ഉള്ളിലല്ലാത്ത പുറത്തുള്ള ഈ ഭാഗം നിങ്ങൾ കാണാം, റെഡ് ഹൗട്ട് നല്ല ചൂടായിട്ടുണ്ട്. ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഏറ്റവും ഔട്ടർ സോൺ എന്തായിരിക്കും, നല്ല ഹീറ്റ് ഉണ്ടാവും. അത് കാരണത്താൽ അതിൻ്റെ ആ ഭാഗത്തുള്ള നല്ല ഹോട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ കാണുന്നത്. Thus it indicates that non-luminous zone of the flame has high temperature. അവിടെ ചോദിക്കുകയാണ്, അപ്പോൾ ഇതുകൊണ്ട് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ടോ ഇതിൻ്റെ ഔട്ടർ സോൺ നല്ല ചൂട്, ഹൈ ടെമ്പറേച്ചർ ഔട്ടർ സോണാണ്, നോൺ ലുമിനസ് സോണാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. അത് ശരിക്കും അത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഹോട്ട് ഉണ്ടാവുക നോൺ ലുമിനസ് സോണായ അതിൻ്റെ ഔട്ടർ സോണിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിഫറെൻറ്റ് സോൺസ് പഠിച്ചു, അതിൻ്റെ ആക്ടിവിറ്റികൾ ഒന്ന് ചെയ്തു. ഇനി ഇവിടെ ഒരു ചിത്രമുണ്ട്. ഒരു ഗോൾഡ് സ്മിത്ത് ബ്ലോവിങ് ത്രോ എ മെറ്റാലിക് പൈപ്പ്. നിങ്ങൾ സ്വർണ്ണം, വെള്ളി ഇതൊക്കെ നന്നാക്കണ ഗോൾഡ് സ്മിത്ത് പെരുങ്കൊല്ലന്മാരെ കണ്ടിട്ടുണ്ടാവും. അവരുടെ അടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മെറ്റാലിക്കിൻ്റെ പൈപ്പ് ഉണ്ട്, ഒരു ഊതുന്ന പൈപ്പ്. അതിലൂടെ അവരെന്താകും, ഗോൾഡും സിൽവറും ഉരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അതിൻ്റെ അവസാനം ഒരു വളഞ്ഞിട്ടായിരിക്കും ആ പൈപ്പിൻ്റെ അതിൻ്റെ എൻഡ്. അത് നേരെ അവരെന്താക്കും, ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലെയിമിന് നേരെ തിരിക്കുന്നു. ഫ്ലെയിമിന് നേരെ തിരിച്ചിട്ട് അവർ ഊതുന്ന സമയത്ത് നേരെ അവരെന്താക്കും, ആ കാറ്റ് ഊതുന്ന കാറ്റിൻ്റെ നേർദിശ ഇതിലേക്ക് സ്വർണം, വെള്ളി വെക്കുന്നു. അപ്പോൾ എന്താകും, നമ്മൾ പറഞ്ഞ ഔട്ടർ സോൺ നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ടർ സോൺ എങ്ങോട്ടാണ് ഊതുന്ന സമയത്ത് ഔട്ടർ സോൺ ആ സ്വർണ്ണത്തിൻ്റെയും വെള്ളിൻ്റെയും ആ ഭാഗത്തേക്കായി തിരിയുന്നു, നല്ല ചൂടുണ്ടാവുന്നു, ഇത് ഗോൾഡും സിൽവറും നന്നായിട്ട് മെൽറ്റ് ആവുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി വാട്ട് ഈസ് എ ഫ്യൂവൽ? എന്താണ് ഫ്യൂവൽ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫ്യൂവൽ എന്നൊക്കെ. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വ്യാവസായിക അല്ല വീട്ടാവശ്യത്തിന്, നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് വുഡ്, ചാർക്കോൾ, പെട്രോൾ, കെറോസിൻ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു. ഇവകളെയാണ് ഈ വസ്തുക്കളെ നമ്മൾ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്, ഇന്ധനം എന്ന് വിളിക്കുന്നത്. ഇത് നല്ല ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കണം, നമുക്ക് സാധാരണ റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കണം. അതുപോലെ ഇറ്റ് ഈസ് ചീപ്പ്, എക്കണോമിക്കൽ ചീപ്പ് റേറ്റിന് കിട്ടുന്നതായിരിക്കണം. ഇറ്റ് ബേൺസ് ഈസിലി ഇൻ എയർ അറ്റ് മോഡറേറ്റ്, ഒരു മോഡറേറ്റ് റേറ്റിൽ എന്തായിരിക്കണം, അത് കത്തിക്കൊണ്ടേയിരിക്കണം. അതായത് പെട്ടെന്ന് തന്നെ തീർന്നു പോകരുത്. കാരണം പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്ത് പെട്ടെന്ന് എക്കണോമിക്കൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇറ്റ് പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, അതുപോലെ നല്ല രൂപത്തിൽ ഹീറ്റ് ഉണ്ടാവും അല്ലേ. നല്ല ഹീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളക്കും. അപ്പോൾ നമുക്ക് അത്ര ഇത് ചിലവാക്കിയാൽ മതി. ഇറ്റ് ഡസ് നോട്ട് ലീവ് ബിഹൈൻഡ് എനി അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്, അതുപോലെ അതിൽ കത്തിച്ച ശേഷം കുറേ അരോചകമായിട്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ സബ്സ്റ്റൻസ് ബാക്കി വെക്കരുത്. വുഡ് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആഷസ് ഒക്കെ ഉണ്ടാവും, അത് മനുഷ്യന് ചില ആസ്തമ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ദർ ഈസ് എ പ്രോബബ്ലി നോ ഫ്യൂവൽ ദാറ്റ് കുഡ് ബി കൺസിഡർഡ് ആസ് ആൻ ഐഡിയൽ ഫ്യൂവൽ. ഏറ്റവും ഒരു ഐഡിയൽ ഫ്യൂവലായിട്ട് മാതൃകയുമായിട്ട് ഇതൊക്കെ ഈ പറഞ്ഞ വിശാനം ഉൾക്കൊള്ളുന്ന ഒരു ഫ്യൂവൽ നമുക്ക് ഇന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടെത്തണം. ഇനി താഴെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ് പറയുന്നത്. നമ്മൾ ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്. അതായത് നമ്മൾ 1 കിലോ വെള്ളം തിളപ്പിക്കാൻ നമ്മൾ 3 മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. ഒന്ന്, 1 ലിറ്ററിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിക്കാം.
ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വിറക് കത്തിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ചാർക്കോൾ കത്തിച്ചിട്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏതാണ് ബോയിലാവുക? ഏതില്ല? LPGയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നന്നായി നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. വുഡിനേക്കാളും ചാർക്കോളിനൊക്കെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോന്നിൻ്റെയും ഫ്യുവൽ എഫിഷ്യൻസി കൂടുതലുണ്ടാവും. അതാണ് ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞത്. ഒരു കിലോ ഫ്യുവൽ കത്തിച്ചാൽ എത്ര ഹീറ്റ് പുറപ്പെടുവിക്കും, അത് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതിനാണ് കലോറിഫിക് വാല്യൂ. ഉദാഹരണത്തിന് നമ്മൾ 1 കിലോൻ്റെ വിറക് കത്തിച്ചു, അപ്പോൾ അത് പുറപ്പെടുന്ന ഹീറ്റ് ഉണ്ടാവില്ലേ, ആ ഹീറ്റിനാണ് നമ്മൾ അതിൻ്റെ അളവിനാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ആ കലോറിഫിക് വാല്യൂ നമ്മൾ അളക്കുന്നത്, നമ്മൾ അടയാളപ്പെടുത്തുക, എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ജൂൾ പെർ കെ ജി എന്ന ആ അളവ് പ്രകാരം, യൂണിറ്റ് പ്രകാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് the amount of heat energy produced on complete combustion of 1 kg of a fuel is called its calorific value. ഒരു ഫ്യൂവൽ 1 kgയിൽ കംപ്ലീറ്റ് കമ്പഷൻ നടത്തുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ കലോറിഫിക് വാല്യൂ, ആ പ്രൊഡ്യൂസ് ഹീറ്റ് എനർജിക്ക്. ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ് കാൾഡ് കിലോ ജൂൾ പെർ കെ ജി എന്ന ആ യൂണിറ്റ് പ്രകാരം നമ്മൾ അളക്കുന്നത്. അപ്പോൾ യൂണിറ്റുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിക്കണം. ഇനി താഴെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വുഡ് അതുപോലെ കോള് ഓരോന്നും അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടാവും, അതായത് അതിൻ്റെ കലോറിഫിക് വാല്യൂ ഇവിടെ താഴെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കോഡങ് കേക്കിൻ്റെ കലോറിഫിക് 6000 to 8000 മാത്രമേ ഉള്ളൂ. വുഡിൻ്റെ 17000 to 22000. അതേസമയം LPGന് നോക്കാം 55000, CNG 50000. അപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളം LPGയിലും കോളിലും വുഡിലും കൗഡങ് കേക്കിലൊക്കെ കത്തിച്ച് നോക്കി ഏറ്റവും പെട്ടെന്ന് എന്തായിരിക്കും? LPG വരും. കാരണം അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പം നമുക്ക് മനസ്സിലായി. ഇനി ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ലീഡ്സ് ടു ഹാംഫുൾ പ്രൊഡക്ട്സ്. നമ്മൾ ഈ ഫ്യൂവൽസ് കത്തിച്ചാൽ നമുക്ക് ഹാംഫുള്ളായ പ്രൊഡക്ട്സാണ് നമ്മളതിന് അത് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തേത് കാർബൺ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കോള്, പെട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂവൽസാണ് വുഡ്, കോള്, പെട്രോളിയം. ഇതൊക്കെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ റിലീസ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞു പാർഷ്യൽ കമ്പഷനിൽ ഉണ്ടാവും അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ പാർട്ടിക്കിൾസ് എന്താകും? ആർ ഡേഞ്ചറസ് പൊള്യൂട്ടൻസ് കോസിങ് റെസ്പിറേറ്ററി ഡിസീസ് സച്ച് എസ് ആസ്തം. നമുക്ക് തന്നെ നമ്മൾ നന്നായിട്ട് വിറകുകളൊക്കെ കത്തിച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? റെസ്പിറേഷന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആസ്തം പോലെയുള്ള രോഗങ്ങളൊക്കെ ഈ കാർബൺ പാർട്ടിക്കിൾസിൻ്റെ കാരണത്താൽ ഉണ്ടാവും. അതുപോലെ 2, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ദീസ് ഫ്യൂവൽസ് ഗീവ്സ് കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. നമ്മൾ പറഞ്ഞ എപ്പോഴും ഇൻകംപ്ലീറ്റ് കമ്പഷനാണ് ഉണ്ടാകുക അധികവും. അപ്പോൾ ഈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്താവും? കാർബൺ മോണോക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു. കാർബൺ ഡയോക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കാർബൺ മോണോക്സൈഡിനുണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താകും? അത് കാർബൺ മോണോക്സൈഡ് എന്താണ്? ഇത് പോയിസണസ് ഗ്യാസ്, നല്ല പോയിസണായ ഗ്യാസാണ്. എത്രത്തോളം വെച്ചാൽ നമ്മളൊരു കോൾ ഒരു അടച്ചിട്ട റൂമിൽ കത്തിക്കുകയാണ്. അത് നമ്മളങ്ങനെ നിരന്തരം രാത്രി ചില തണുപ്പ് ഉള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഒരു കോള് നന്നായിട്ട് അടച്ചിട്ട റൂമിൽ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മോക്കും ഇതൊക്കെ കാരണത്താൽ അവിടെ എന്താകും? കാർബൺ മോണോക്സൈഡ് നിറയുകയും അതിൻ്റെ കാരണത്താൽ എന്താകും? ഒരാൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അത്രത്തോളം പോയിസണസ് ആണ് കാർബൺ മോണോക്സൈഡ്. ഇനി 3, കമ്പഷൻ ഓഫ് മോസ്റ്റ് ഫ്യൂവൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ എൻവിറോൺമെൻറ്റ്. അധിക ഫ്യൂവൽസ് എന്താകും? കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മൾ കത്തിക്കുന്ന അവസരത്തിൽ. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ വർദ്ധിച്ച അളവ് എന്താകും? ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കും. അപ്പോൾ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് ചിലർക്ക് അറിയില്ലെങ്കിൽ ഇവിടെ ബോക്സിലായിട്ട് പറയുന്നത് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താകും? കാർബൺ ഡയോക്സൈഡ് വർദ്ധിച്ചാൽ അന്തരീക്ഷത്തിലുള്ള
അറ്റ്മോസ്ഫിയറിക് എന്താകും ടെമ്പറേച്ചർ വർദ്ധിക്കും. അതിനാൽ തന്നെ എന്താകും, ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലേഷ്യറുകൾ അല്ലേ, ഈ തണുത്ത ഐസ് കട്ടകളൊക്കെ എന്താകും, അവകളൊക്കെ ഉരുകി നമ്മുടെ സമുദ്രനിരപ്പ് എന്താകും, ഉയരും. സീ ലെവൽ ഉയരുന്നതോടുകൂടെ നമ്മൾ ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഫ്ലഡും മറ്റൊക്കെ ഉണ്ടാകും. അതുപോലെ ഈ സമുദ്രനിരപ്പിനോട് അടുത്ത പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഗ്ലോബൽ വാർമിങ്ങിലൂടെ ഉണ്ടാകും. അതുപോലെ 4 കോള് ഡീസൽ ഇത് കത്തിക്കുന്നതോടെ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പുറപ്പെടുവിക്കുന്നു. അതുപോലെ പെട്രോൾ എൻജിൻസ് ഗീവ് ഓഫ് ഗ്യാസസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. പെട്രോൾ നൈട്രജൻ ഗ്യാസിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ സൾഫറിൻ്റെയും നൈട്രജൻ്റെ ഓക്സൈഡുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്തരീക്ഷത്തിൽ കൂടി കലർന്ന് നമ്മൾ മുകളിലേക്ക് ആവിയായിട്ട് മുകളിലെത്തുന്നു. അങ്ങനെ മഴയായിട്ട് പെയ്യുന്ന സമയത്തിൽ ഈ നൈട്രജനും അതുപോലെ സൾഫർ ഓക്സൈഡ് കൂടി കലർന്നാൽ എന്താകും, ആസിഡ് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ഈ മഴ പെയ്യുന്ന സമയത്ത് ആസിഡ് റെയിൻ ആയിരിക്കും. ആസിഡ് റെയിൻ ഉണ്ടായാൽ എന്താകും, ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് ഫോം ആസിഡ്സ്. സച്ച് റെയിൻ ഈസ് കാൾഡ് ആസിഡ് റെയിൻ. അത് നമുക്ക് നമ്മുടെ ക്രോപ്പുകൾക്കും അതുപോലെ ബിൽഡിങ്സ്, സോയിൽസ്, മണ്ണിനൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ആസിഡ് റെയിൻ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടും. നമ്മുടെ ബിൽഡിങ്ങിന് വിള്ളലുകളൊക്കെ വരും ആസിഡ് റെയിൻ ഉണ്ടായാലും. അതുപോലെ ദ യൂസ് ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ, ഏറ്റവും താഴത്തെ ബോക്സിൽ ദ യൂസ് ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ ആസ് ഫ്യൂവൽസ് ഇൻ ഓട്ടോമൊബൈൽസ് ബീങ് റീപ്ലേസ്ഡ് ബൈ CNG. നമ്മളിപ്പോൾ അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഡീസൽ പെട്രോളാണ്. അത് നമുക്ക് എന്താക്കുക, റീപ്ലേസ് ചെയ്ത് CNG ആക്കി മാറ്റണം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പെട്രോളും ഡീസലും എന്താക്കുന്നു, പ്രൊഡ്യൂസസ് ദ ഹാംഫുൾ പ്രൊഡക്ട്സ് ബൈ വെരി സ്മോൾ ചെറിയ അളവിൽ തന്നെ എന്താക്കും, നന്നായിട്ട് ഹാംഫുൾ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഡീസലും പെട്രോളും. അതേസമയം CNG ഉള്ളത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ക്ലീനർ ഫ്യൂവലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കണം. ഇനി ഇവിടെ ഒരു ബോക്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യന്മാർ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതായിരുന്നു വുഡായിരുന്നു. ഇൻഡസ്ട്രിയിലും മറ്റു വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നത് വുഡായിരുന്നു. പിന്നെ അത് റീപ്ലേസ് ആയി നമ്മൾ LPG ഗ്യാസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ LPG. പക്ഷേ ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആളുകളൊക്കെ വുഡ് ഉപയോഗിക്കുന്നതോടെ നമുക്ക് ആ വുഡിൻ്റെ പുക കാരണത്താലൊക്കെ ചെറിയ മനുഷ്യന്മാർക്ക് ഹാംഫുള്ളായ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവും അല്ലേ. കാരണം മരങ്ങളെ വെട്ടിമുറിച്ചിട്ടാണ് നമ്മൾ ഈ വുഡ് മരങ്ങൾ കത്തിക്കുന്നത്. അത് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കും. അതും എൻവിറോൺമെൻറ്റ് വളരെ ഹാംഫുള്ളാണ്. അതാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ മുഴുവനായിട്ട് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ വാട്ട് യു ഹാവ് ലേൺ, നമ്മളെന്താ പഠിച്ചത് ഇവിടെ, ദ സബ്സ്റ്റൻസ് വിച്ച് ബേൺ ഇൻ എയർ ആർ കാൾഡ് കമ്പസ്റ്റിബിൾ. എയറിൽ ബേൺ ആവുന്ന സബ്സ്റ്റൻസിനൊക്കെ കമ്പസ്റ്റിബിൾ എന്ന് പറയുന്നു. അതായത് എയറിൽ ബേൺ ആവുന്ന പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താക്കുന്നു, ബേൺ ആവുന്നു. അതിനൊക്കെ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്സിജൻ ഇൻ എയർ ഈസ് എസെൻഷ്യൽ ഫോർ കമ്പഷനിൽ ഏറ്റവും നിർബന്ധമായ ഒന്നാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്. അതായത് എയറുമായിട്ട് ബേൺ ചെയ്യുന്ന പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് കൂട്ടിമുട്ടുന്നതാണ്. അപ്പോൾ ഓക്സിജൻ ഉണ്ടാകുന്ന നിർബന്ധമാണ് കമ്പഷൻ. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കമ്പഷൻ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഗിവൺ ഔട്ട്. ഈ കമ്പഷൻ്റെ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ എന്താകുന്നു, ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഇസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് ക്യാച്ചസ് ഫയർ. ഒരു കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് എന്തായാലും കറോസിൻ ആവട്ടെ പെട്രോൾ എന്തായാലും അത് തീ പിടിക്കാനുള്ള ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിന് നമ്മൾ അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസ് ഹാവ് വെരി ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസിന് വളരെ കുറഞ്ഞ ഇഗ്നിഷൻ ടെമ്പറേച്ചറാണ്. ഉദാഹരണത്തിന് പെട്രോൾ, ഡീസൽ, LPG ഇതൊക്കെ ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസ് ആണ്. ഫയർ ക്യാൻ ബി കൺട്രോൾ ബൈ റിമൂവിങ് വൺ ഓർ മോർ റിക്വയർമെൻറ്റ്സ് ഓഫ് എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് ഫയർ. ഫയർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്സിജന്, അതുപോലെ ഓക്സിജന്, ഫ്യൂവൽ, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഇതിലൊന്ന് നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ദ വാട്ടർ ഈസ് കോമൺലി യൂസ്ഡ് ടു കൺട്രോൾ ഫയർ. കോമൺ ആയിട്ട് നമ്മൾ ഫയർ കൺട്രോൾ ചെയ്യാൻ വാട്ടറാണ് ഉപയോഗിക്കാറ്. വാട്ടർ കനോട്ട് ബി യൂസ്ഡ് ടു കൺട്രോൾ ഫയർ ഇൻവോൾവിങ് ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് ഓർ ഓയിൽസ്. ഓയിലുകൾ, ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്, പെട്രോൾ, ഡീസൽ ഇങ്ങനത്തെ ഓയിലുകളും ഇലക്ട്രിക് എക്യുപ്മെൻറ്റൊക്കെ തീ പിടിച്ചാൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്താണ്? ഫയർ എക്സ്റ്റിംഗ്വിഷറുകളാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പഷൻ സച്ച് ആസ് റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടാനിയസ് കമ്പഷൻ, എക്സ്പ്ലോഷൻ. കമ്പഷൻ പല രീതിയിലാണ്. ഒന്ന് റാപ്പിഡ് കമ്പഷൻ, അതുപോലെ സ്പോണ്ടാനിയസ്. റാപ്പിഡ് കമ്പഷൻ എന്ന് പറഞ്ഞു, ഏതെങ്കിലും ഗ്യാസ് ലൈറ്ററോ മറ്റൊക്കെ ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ കത്തുന്നതിനാണ് റാപ്പിഡ് കമ്പഷൻ. അതേസമയം സ്പോണ്ടാനിയസ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്ററോ ഗ്യാസ് ലൈറ്ററോ അതുപോലെ മാച്ച് സ്റ്റിക്കോ ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ സ്വന്തമായിട്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ആ സബ്സ്റ്റൻസ്, ആ അത്തരത്തിൽ കമ്പഷനാണ് സ്പോണ്ടാനിയസ് കമ്പഷൻ. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയർ ക്രാക്കറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ആ റിയാക്ഷൻ്റെ സമയത്ത് നല്ല രീതിയിൽ ഗ്യാസ് പുറപ്പെടുവിക്കുന്നു. ആ റിയാക്ഷനിൽ തന്നെ നല്ല ഹീറ്റും ലൈറ്റും അതുപോലെ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ദർ ആർ 3 ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഫ്ലെയിം. ഒരു ഫ്ലെയിമിന് എന്താകുന്നു? 3 ഡിഫറെൻറ്റ് സോണുകളുണ്ട്. ഒന്ന് ഡാർക്ക് സോൺ. ഡാർക്ക് സോണിൽ വളരെ ലീസ്റ്റ് ഹോട്ടായിരിക്കും. ലുമിനസ് സോൺ എന്തായിരിക്കും? മോഡറേറ്റ് ഹോട്ടായിരിക്കും. ലോ ലുമിനസ് സോൺ അത് നല്ല ഹോട്ടായിരിക്കും, ഹോട്ടസ്റ്റ് പാർട്ടായിരിക്കും. An ideal fuel is cheap, readily available, readily combustible and easy transport. It has high calorific value. It does not produce gases or residues that pollute the environment. ഒരു ഐഡിയൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റിൽ കിട്ടണം, അതുപോലെ നമുക്ക് റെഡി ആയിട്ട് നമ്മുടെ മുമ്പിൽ കിട്ടണം, അതുപോലെ പെട്ടെന്ന് തന്നെ കത്തുന്നതായിരിക്കണം, ഈസി ടു ട്രാൻസ്പോർട്ട്, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വളരെ സൗകര്യമുള്ള സാധനമായിരിക്കണം, അതുപോലെ ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ടാകും, നല്ല ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണത്, അതുപോലെ അത് കത്തിക്കുന്ന സമയത്ത് ഗ്യാസുകളോ അല്ലെങ്കിൽ റെസിഡ്യൂസ് അവശിഷ്ടങ്ങളോ കാർബൺ അങ്ങനത്തെ ഗ്യാസുകളോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ ആഷസോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. ഫ്യൂവൽ ഡിഫർ ഇൻ ദെയർ എഫിഷ്യൻസി ആൻഡ് കോസ്റ്റ്. ഓരോ ഫ്യൂവൽസും അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയിലും കോസ്റ്റിലും വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൗഡങ്ങിന് എന്തില്ല, LPGൻ്റെ അത്ര ഫ്യൂവൽ എഫിഷ്യൻസി ഇല്ല, കലോറിഫിക് വാല്യൂ ഇല്ല. ഫ്യൂവൽ എഫിഷ്യൻസി ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ. ഒരു ഫ്യൂവൽ എഫിഷ്യൻസി നമ്മൾ അളക്കുന്നത് അതിൻ്റെ കലോറിഫിക് വാല്യൂ അടിസ്ഥാനമാക്കി, വിച്ച് ഈസ് എക്സ്പ്രസ് ഇൻ യൂണിറ്റ്സ് ഓഫ് കിലോജോൾ പെർ kg. അത് അടയാളപ്പെടുന്ന കിലോജോൾ പെർ kg എന്ന യൂണിറ്റ് പ്രകാരം. അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ് ഇൻ എയർ ആർ ഡേഞ്ചറസ് പൊല്യൂട്ടൻസ് കോസിങ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നമുക്ക് ശ്വാസോച്ഛ്വാസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നാണ് ഒരു തരം പൊല്യൂട്ടൻ്റാണ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസ്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വുഡ്, കോള് ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അതിലെന്താകും, ചില കാർബൺ പാർട്ടിക്കിൾസ് ഇവിടെ വേസ്റ്റായി കിടക്കുന്നുണ്ടാകും, അതെന്താകും നമുക്ക് ഡേഞ്ചറസ് ആണ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ഗീവ്സ് പോയിസൺ കാർബൺ മോണോക്സൈഡ് ഗ്യാസ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഇൻകംപ്ലീറ്റ് ആയ കമ്പഷൻ അതിലെന്താകും ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ഗ്യാസ്, അതും നമുക്ക് പോയിസൺ ആണ്. അതുപോലെ ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ ഹാസ് ബിൻ ലിങ്ക്ഡ് ടു ഗ്ലോബൽ വാർമിംഗ്. വർദ്ധിച്ച അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഈ ഫ്യൂവലൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ അളവിലുണ്ടാകുന്നു, അത് എന്താകും ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കുന്നു. ഓക്സൈഡ് ഓഫ് സൾഫർ ആൻഡ് നൈട്രജൻ പ്രൊഡ്യൂസർ ബൈ ബേണിംഗ് കോൾ, ഡീസൽ ആൻഡ് പെട്രോൾ കോസ് ആസിഡ് റെയിൻ വിച്ച് ഈസ് ഹാംഫുൾ ഫോർ ക്രോപ്സ് ബിൽഡിംഗ് സോയിൽസ്. അതുപോലെ കോള്, ഡീസൽ, പെട്രോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് നൈട്രജൻ അതുപോലെ സൾഫർ ഓക്സൈഡുകൾ. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലെ മഴയിലൊക്കെ കൂടി ചേർന്നിട്ട് ആസിഡ് റെയിൻ ഉണ്ടാകുന്നു. അത് നമ്മുടെ വിളകൾക്കും നമ്മുടെ ബിൽഡിങ്ങുകൾക്കും സോയിലിനും മണ്ണിലൊക്കെ ഹാംഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റീപ്ലേസ് ചെയ്ത് CNG ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ വാട്ട് ഹാവ് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.